ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 43 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാന്റെ തന്നെ സ്ഥൂല രൂപത്തിലുള്ള ശരീരമാണ് ഈ 14 ലോകം അടങ്ങിയ പ്രപഞ്ചം. 14 ലോകം എന്ന് പറയുമ്പോൾ 3 ആക്കിയിട്ടും തിരിക്കും. 3 ലോകം ത്രിലോകം എന്ന് പറയണു. 14 ലോകം എന്താ 2 തരത്തിൽ പറയണത്? 14 ലോകം തന്നെയാണ് ത്രിലോകം. അതിനെ ക്ലാസിഫൈ ചെയ്ത് കൊടുത്ത വ്യത്യാസമാണ്, അത്രയേ ഉള്ളൂ. 6 മേപ്പെട്ടുള്ള ലോകം 1 എടുക്കുകയാണ്, ഭൂലോകം 2 എടുക്കുകയാണ്, കീഴ്പ്പെട്ടുള്ള 7 ലോകം 3 എടുക്കണു. അപ്പം 3 ലോകം എന്ന് പറയും, ഇത്രയേ ഉള്ളൂ. ശരിക്കും 14 തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ആ ലോകങ്ങളൊക്കെ ഭഗവാന്റെ ശരീരമാണ് എന്ന മഹത്തായ ഒരു സങ്കല്പം ആണ് സനാതനധർമ്മത്തിനുള്ളത്. അപ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, 10 അവയവങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ എന്നാണ് ശരിക്കുള്ള വേർഡ്. ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ഈ 24 സംഗതികൾ സൃഷ്ടിച്ചിട്ട് അത് ഇളകാതെ കിടന്നു എന്നാണ് സങ്കല്പം. അണ്ഡം എന്ന് പറയുന്ന അണ്ഡാകൃതിയിൽ ജലത്തിൽ ശയിച്ചപ്പോൾ ദേവന്മാർ പരമാത്മാവിനെ സ്തുതിച്ചു. പരമാത്മാവാകുന്ന 14 ലോകങ്ങളുടെ ഉള്ളിൽ പരമാത്മാവാണ് നാഥൻ. നമ്മുടെ ഈ ശരീരത്തിൽ ജീവാത്മാവായിട്ട് കാണുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. ആരും അതറിയണില്ല. അറിയാത്തത് കൊണ്ടാണ് ഈശ്വരനെ തേടി പോകേണ്ടി വരുന്നത്. വലിയ സത്യമാണത്. പ്രപഞ്ചാകാരേണ ഉള്ള ഈശ്വരൻ്റെ അംശം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അതിനെ സാക്ഷാത്കരിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിലേക്കുള്ള മാർഗങ്ങളാണ് ബാക്കിയെല്ലാം. ധ്യാനമായിക്കോട്ടെ, കഥാശ്രവണമായിക്കോട്ടെ, ക്ഷേത്രമാവട്ടെ, പൂജയാവട്ടെ, തീർത്ഥാടനം, ഇതൊന്നും ലക്ഷ്യമല്ല, ലക്ഷ്യമേ അല്ല. ഇതൊക്കെ ഓരോ മാർഗങ്ങളാണ്. ഇതൊരു വലിയ തത്വമാണ്. പരമാത്മാവ് ഈ പ്രപഞ്ചാകാരേണയുള്ള ശരീരത്തിലുണ്ട്, ജീവാത്മാരൂപത്തിൽ നമ്മുടെ ശരീരത്തിലും ഉണ്ട്, മനുഷ്യന്മാർ അല്ലാത്ത ദേഹത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഇതിനെ ചലിപ്പിക്കാൻ വേണ്ടി ചലനം ഉണ്ടായില്ല അനവധി കാലം എന്നാണ്. ഈ പ്രപഞ്ചം ചലിക്കാതെ കിടന്നു എന്നാണ്. ദേവന്മാരുടെ സ്തുതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചലിപ്പിക്കാനായിക്കൊണ്ട് ദേവന്മാർ സ്തുതിച്ചു. ഇന്നലെ പറഞ്ഞത് എന്താ? യക്ഷാനുബന്ധേ അസതി ദേഹഗേഹേ, സത്യമല്ലാത്തതായ ഈ ശരീരം വീട്. ഇത് സത്യമല്ല എന്ന് പറയുന്നത് ഇപ്പം സത്യമാണെന്നേ ഉള്ളൂ, അത് സത്യമല്ല ശരിക്ക്. സത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സദാ ത്രായതേ ഇതി സത്യ, എപ്പോഴും ഒരുപോലെയുള്ളതിനെ സത്യം എന്ന് പറയാൻ പറ്റും. ഇപ്പം കാണുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാവുമോ? ഇവിടെ കുറേ കാലം മുമ്പ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം നമ്മൾ സത്യമല്ല, താൽക്കാലിക സത്യം മാത്രമാണ്. അപ്പം അത് യഥാർത്ഥ സത്യബുദ്ധി ഉപയോഗിച്ച് അത് തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് മമാഹമിത്യുടെ ദുരാഗ്രഹാണാം, ഓരോരോ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തി ഞാൻ എന്നും എൻ്റേത് എന്നും പറഞ്ഞു നടക്കണവർക്ക് ഒരിക്കലും ഭഗവത് അനുഭവം ഉണ്ടാവില്ല. ഭജേമ തത്തേ ഭഗവൻ പദാംശം, അത്തരക്കാർക്ക് ഒരിക്കലും കിട്ടാത്ത പാദത്തെ ഞങ്ങൾ ഭജിക്കുന്നു. ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്നതും ആശ്രയിക്കാത്തവർക്ക് കിട്ടാത്തതുമായ പാദപത്മത്തെ ഞങ്ങൾ ഭജിക്കുന്നു. ഞങ്ങളേതായാലും അങ്ങനെ ഭജിക്കാതിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി അടുത്തത് താൻ വാ അസത്വൃത്തിഭിരക്ഷിഭിർ യേ പരാഹൃദാനു മനസപരേശ അതോന പശ്യന്തിരുഗായ നൂനം
ഏതേ പദന്യാസ വിലാസ ലക്ഷ്മിയാ. ആ ദേവന്മാർ ചലിപ്പിക്കാൻ വേണ്ടി സ്തുതിച്ചതാണ്. എന്നാലേ കാറ്റ് വീശുള്ളൂ, സൂര്യൻ ഉദിക്കുള്ളൂ, ഭൂമി കറങ്ങുള്ളൂ, ദിനരാത്രങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അണ്ടത്തിലിങ്ങനെ കിടക്കുക, യാതൊരു ചലനവുമില്ല, നിശ്ചേതനമായിട്ട് അചേതനായിട്ട് കിടന്നു എന്നാണ്. അചേതനമായിട്ട് കിടന്നു. അപ്പോൾ ഇവിടെ എന്താ വീണ്ടും അവർ സ്തുതിച്ചത്? അസത്വൃത്തിഭി, വീണ്ടും പറയണം, അസത്തുക്കളായ വിഷയങ്ങളിൽ സദാ വ്യാപൃതമായവർക്ക്. വിഷയങ്ങളിൽ വ്യാപൃതരാവേണ്ടി വരും. അതിൽ മാത്രം വ്യാപൃതർക്ക് നമ്മൾ ഒതുക്കണം, അതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക്. അക്ഷിബി, ഇന്ദ്രിയങ്ങൾ. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് മാത്രമല്ല, സാധാരണമായിട്ട് അർത്ഥം എടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ എന്നും ഉണ്ട്. പരാഹൃതാന്തർ മനസ്സ, ദൂരത്തിൽ ആകർഷിക്കപ്പെട്ട മനസ്സോടു കൂടിയവർ. യാതൊരുത്തരോ പരേശ, പരദേവ, അല്ലേ, ഈ മായയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള ഈശ്വരൻ, അത്രയേ ഉള്ളൂ പരദേവൻ. ഉരുകായ, ബഹുവിധത്തിൽ ഗാനം ചെയ്യപ്പെടുന്നവനെ. പലരും പല വിധത്തിൽ ഗാനം ചെയ്യണു. വ്യത്യസ്ത മതവിഭാഗങ്ങളടക്കം അതിൽ വേണച്ചാൽ കൊണ്ടുവരാം. എല്ലാവരും ഗാനം ചെയ്യണത് ആരെ പറ്റിയിട്ടാണ്? ഒറ്റ ഈശ്വരനെ പറ്റി തന്നെ. അതിന് വിവിധ ഭാവങ്ങളും രൂപങ്ങളും കൊടുത്തു. പലവരും പല കഥകളും കൊടുത്തു. എല്ലാ മതവിഭാഗങ്ങളിലും ഇല്ലായ്മകൾ ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്ന ഭാവന. എല്ലാറ്റിലും ഉണ്ട്. പക്ഷെ അതൊരു മഹാപരാധമല്ല. ഭാവനകൾ ചേർത്തിട്ടേ ഈശ്വര പുരാണ കഥകൾ, ബൈബിളായാലും ഖുറാനായാലും മഹാഭാരതമായാലും ഭാഗവതമായാലും ഉണ്ടാവുള്ളൂ. അത് ഒന്ന് മാത്രം സത്യം, മറ്റതൊക്കെ തെറ്റ് പറയുമ്പോഴേ കുഴപ്പമുണ്ടാവണം. ഏതിലപ്പോൾ കൽപ്പിത കഥകളില്ലാത്തത്? എല്ലാ കഥകളും സത്യമാണോ? അല്ല. പക്ഷെ അതൊക്കെ പരമാർത്ഥ സത്യത്തെ അറിയാൻ വേണ്ടി, ചമൽക്കാരത്തിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് അത് തെറ്റല്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് പണ്ടും ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ബഹുവിധത്തിൽ ഗാനം ചെയ്യപ്പെടുന്നവനെ എന്നാണ്, ഒരു തരത്തിലല്ല. ഗാനം ചെയ്യപ്പെടുന്നവനെ തേ അവർ പദന്യാസ വിലാസ ലക്ഷ്മിയ, അങ്ങയുടെ പദന്യാസ വിലാസ ലക്ഷ്മിയുടെ സംബന്ധികളായ അവരെ ന പശ്യന്തി, കാണുന്നില്ല. ഇന്ദുരുവടിയുടെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാന ആനന്ദത്തെ അനുഭവിക്കുന്നവർ ഭക്തന്മാരെ വിഷയാസക്തന്മാർക്ക് കാണാൻ തന്നെ സാധിക്കുകയില്ല. ഈശ്വരനെ എന്നല്ല, ഭക്തന്മാരെ പറ്റില്ല എന്നാണ്. ഭക്തന്മാരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരിലുള്ള ഭക്തിയെ കാണാൻ പറ്റില്ല എന്നാണ്. ഭക്തന്മാരെ കാണാൻ പറ്റുമല്ലോ. കാണാൻ പറ്റാണ്ടിരിക്കുമോ? പക്ഷേ അവരുടെ ഭക്തിയെ കാണാൻ സാധിക്കില്ല. അതൊരു ഗുണമായിട്ട് കാണാൻ സാധിക്കില്ല അവർക്ക്. അത്രേ പറഞ്ഞുള്ളൂ. ഭക്തന്മാർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാഹ്യ രൂപത്തെ, ആകാരത്തെ കാണാം. അതെല്ലാം കണ്ണുള്ളവർക്കൊക്കെ കാണാം. ജീവികൾക്കും നമ്മളെ കാണാനുള്ള കഴിവുണ്ട്. പക്ഷെ അവരിലുള്ള ഭക്തി വിശ്വാസത്തെ അറിഞ്ഞ് കാണാനോ ബഹുമാനിക്കാനോ അല്പബുദ്ധികൾക്ക് സാധിക്കില്ല. അതിനൊരു മഹത്വം വേണം. ഈ മഹത്തുക്കളെ ബഹുമാനിക്കാനൊരു മഹത്വം ആദ്യം ഉണ്ടാവണം എന്നാണ്. അവർക്കേ ആ മഹത്വം കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്, നമസ്കരിക്കാൻ പഠിച്ചാൽ അവൻ എന്തൊക്കെയോ പഠിച്ചു എന്നർത്ഥമാണ്. ഒരാളെ നമസ്കരിക്കാൻ പഠിച്ചാൽ എല്ലാവർക്കും പറ്റില്ല. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ചിലരെ നമസ്കരിക്കാത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ആളെ നമസ്കരിക്കണം? ആളെ അല്ലല്ലോ, ജീവികളെ ശോക്കളെ നമസ്കരിച്ചാൽ എന്താ തെറ്റ്? കുഞ്ഞിക്കാവമ്പൂരി അങ്ങനെയായിരുന്നു എന്നാണ്. ശ്വാവിൻ്റെ ഉള്ളിലുള്ള ഗുരുവായൂരപ്പന് നമസ്കാരം, കഴുതയുടെ ഉള്ളിലുള്ള ഗുരുവായൂരപ്പന് നമസ്കാരം. ഏത് ജീവിയെ കണ്ടാലും നമസ്കരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമസ്കരിക്കുക എന്നുള്ളത് ഒരു ഗുണമാണ്, ഒരു ക്വാളിറ്റിയാണ്. എന്തായാലും ഇവിടെ ആ ഭക്തിയെ കാണണം. അതിനെല്ലാവർക്കും കഴിയില്ല. ആരുടെ മനസ്സിൽ വിഷയചിന്തകൾ മാത്രം വെച്ച് നടക്കുക അങ്ങനെയുള്ളവരുണ്ടോ അവർക്ക് ഭക്തന്മാരെ കാണാൻ കഴിയില്ല. ആർക്ക് അദൃശ്യമായിട്ട് ഭക്തന്മാർ നിൽക്കണു അങ്ങനത്തെ ഭഗവാൻ
പരാഹൃതാന്തർ മനസപരേശ അഥോ ന പശ്യന്തിരുഗായ നൂനൻ ന പശ്യന്തി എന്നർത്ഥം. ബഹുവിധത്തിൽ ഗാനം ചെയ്യപ്പെട്ട് വാഴ്ത്തുന്ന ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരെ വിഷയികൾക്ക് പോലും കാണാൻ കഴിയില്ല. രണ്ടർത്ഥത്തിലും ആവാം. സിദ്ധന്മാരെ എല്ലാവർക്കും കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ഇങ്ങോട്ട് കാണാവുന്ന ഒരർത്ഥം. വേറൊരർത്ഥത്തിൽ അവരുടെ ഭക്തിരസത്തെ അറിഞ്ഞ് ബഹുമാനിക്കാൻ ശരിക്ക് സംസ്കാരമുള്ളവർക്കേ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ഏ തേ പദന്യാസ വിലാസ ലക്ഷ്മ്യ. ഭക്തജന സംസർഗം സിദ്ധിച്ചാൽ വിഷയികളും ഭക്തന്മാരുമായി വരും എന്നുള്ള ശങ്ക എല്ലാവരും ആവില്ല. അവിടെയാണ്. ഇപ്പം ഭക്തജന സംസർഗം എല്ലാവരെയും രക്ഷിക്കില്ല, എല്ലാവരെയും മാറ്റില്ല, ചിലരെ മാത്രമേ മാറ്റുള്ളൂ. അതിന് ഒരു യോഗ്യത വേണം, ഈ മാറ്റപ്പെടാൻ. അല്ലാത്തവരെ ഭക്തൻ്റെ സംസർഗം ഉണ്ടായാൽ ഒരു കാര്യമില്ല എന്നാണ് ഇവിടെ പറയണു. കാരണം ഈ ആന എത്ര മാത്രം നമ്മൾ കുളിപ്പിച്ച് നേരെയാക്കിയാലും മത്തേബൻ പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ അല്ലേ. നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും ഒരച്ച മാലിന്യങ്ങളെല്ലാം കളഞ്ഞ പാപ്പാമാർ പണിയെടുക്കുന്നത് കണ്ടാൽ കഷ്ടം തോന്നും. എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടേണ്ട താമസമല്ലോ, മണ്ണ് മുഴുവൻ മാരി മേലാണിടും. ഇങ്ങനത്തോരുണ്ടോ സജ്ജന സംഘം കൊണ്ട് നേരെ ആവണു? നേരാവില്ല. നേരെ ആവണവർ നേരെയാവും, ഇത്രയേ ഉള്ളൂ. അല്ലാത്തവർ ഇനി എവിടെ കൊണ്ടായാലും നേരെയാവില്ല എന്നും കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതോ ന പശ്യന്തുരുകായ നൂനം. ഭക്തന്മാരെ മഹത്വം കാണാൻ കഴിയാത്തവർ എങ്ങനെ നേരെയാവാനാ? അവർ നേരെയാവില്ല. ഏതേ പദന്യാസ വിലാസ ലക്ഷ്മ്യ. അതുകൊണ്ട് ഏതൊരു ഭഗവാന്റെ ഭക്തന്മാരെ കാണാൻ പോലും, മഹത്വം കാണാൻ പോലും മായയിൽ മുങ്ങിയവർക്ക് സാധിക്കുന്നില്ലയോ അത്തരത്തിലുള്ള ഈശ്വരനായിക്കൊണ്ട് നമസ്കാരം. പാനേന തേ ദേവ കഥാസുധായ പ്രവൃദ്ധ ഭക്തിയാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ജസാന്യുരകുണ്ടധിഷ്ണ്യം. ഹേ ദേവ, തേ കഥാസുധായ, നിന്തിരുവടിയുടെ കഥാമൃതത്തെ, സുധാമൃതം, പാനേന വീണ്ടും 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 ഇങ്ങനെ ആസ്വദിക്കുന്ന അതുകൊണ്ട്, അതുവഴിയായി, പ്രവൃദ്ധ ഭക്തിയ, അധികരിച്ച ഭക്തി കൊണ്ട് യാതൊരുത്തർ വിശദാശയ, നിർമ്മലമായ മനസ്സോടു കൂടിയവരാണോ. ഈശ്വര കഥകൾ കേൾക്കും തോറും നമ്മുടെ മനസ്സ് നിർമ്മലാവും, മാലിന്യങ്ങളില്ലാണ്ടാവും. രാഗദ്വേഷാദികൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, വൈരാഗ്യബുദ്ധി, ഇതൊക്കെ ഈശ്വര കഥകൾ കേൾക്കും തോറും കുറയും എന്നാണ്. തേ അവർ വൈരാഗ്യസാരം, വൈരാഗ്യം നേടുന്നു. ഏറ്റവും വലിയൊരു നേട്ടാർത്ഥ പ്രപഞ്ചത്തോട് വൈരാഗ്യം ഉണ്ടാവുക. ഒക്കെ വേണ്ടാച്ച് പോകണം എന്നല്ല അർത്ഥം. വൈരാഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കുക എന്നാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശത്രുതയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. വൈരാഗ്യം ശത്രുതയല്ല. എല്ലാ ഇന്ദ്രിയ സുഖങ്ങളോടും വിരക്തി, ഒന്നിലും നിർബന്ധമില്ല. അതിനാണ് വൈരാഗ്യം എന്ന് പറയുക. നല്ലൊരു ഗുണമായിട്ടാണ് പറയുക ആത്മീയത്തിൽ. ഒന്നിനും നിർബന്ധമില്ല, എന്താ കിട്ടിയച്ചാൽ കഴിക്കുക, എവിടെ തരാച്ചാൽ അവിടെ കിടക്കുക. അല്ലാണ്ട് ഒന്നിലും നിർബന്ധമില്ലെങ്കിൽ അതിനെ വൈരാഗ്യം. അതുണ്ടാവും ഭക്തന്മാർക്ക്, അതവരുടെ ഏറ്റവും വലിയ ബലമാണ്. ബോധം, പരമാർത്ഥ ബോധത്തെ അഞ്ജസാ പ്രതിലഭ്യ, വിഷമം കൂടാതെ നേടിയിട്ട്, ധിഷ്ണ്യ, നാശമില്ലാത്ത സ്ഥാനത്തെ നേടുന്നു. മുക്തി എന്നർത്ഥം. സർവേശ്വര, കഥാശ്രവണം കൊണ്ടുള്ള ഏക ഗുണം, കഥാശ്രവണം ഒരു ലക്ഷ്യമല്ല ഈ പറഞ്ഞ പോലെ, അതും ഒരു മാർഗമാണ്. നമ്മൾ കഥാശ്രവണത്തിൽ തന്നെ നിന്ന് തിരിയണം എന്നില്ല. അതുകൊണ്ട് നേടേണ്ടത് നേടണം, എന്നാലേ അതുകൊണ്ടും പ്രയോജനമുള്ളൂ. അതെന്താ? വൈരാഗ്യം. ഏറ്റവും പ്രധാനം പ്രപഞ്ചത്തോടുള്ള ഉപേക്ഷാ മനോഭാവം. പാനേന തേ ദേവ കഥാസുതായ, അങ്ങയുടെ കഥയാകുന്ന അമൃതം പാനം ചെയ്യുന്നവർ
ഭക്തി വർദ്ധിച്ച് പ്രവൃത്ത ഭക്തിയാ വിശദാശയായേ വൈരാഗ്യസാരം. പ്രപഞ്ചത്തോട് പൊതുവെ വിരാഗം ഉണ്ടാവുന്നു. എല്ലാ കാര്യത്തിലും പോയി തലയിടാനെന്നുള്ള പ്രവണത അവർക്കുണ്ടാവില്ല. ശരീരത്തെ സംരക്ഷിക്കുക മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അതിലപ്പുറമൊന്നുമില്ല. അത് മരിക്കണ വരെ മാത്രം. അല്ലാതെ ഒന്നിലും താല്പര്യമില്ല, ഒന്നിലും നിർബന്ധമില്ല. ഭഗവാനിലൊഴികെ ഭഗവത് വിഷയത്തിൽ താല്പര്യം ഉണ്ടാവും, ബാക്കി ഒന്നിലും ഉണ്ടാവില്ല. അതിനാണ് വൈരാഗ്യം. പ്രതിലഭ്യബോധം അവർക്കുള്ളതാണ് ജ്ഞാനം. ജ്ഞാനം അവർക്ക് പ്രകാശിക്കുന്നു. എങ്ങനെ? വളരെ വേഗം, യഥാഞ്ജസ, പ്രയാസം കൂടാതെ. ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തർക്ക് ജ്ഞാനം ഉണ്ടാവുന്നത്. വളരെ പഠിച്ചിട്ടും വളരെ മഹാന്മാരുടെ കൂടെ ജീവിച്ചിട്ടും അവരെ ശുശ്രൂഷിച്ചിട്ടും പഠിച്ചിട്ടും അഭ്യസിച്ചിട്ടും ഒക്കെ എത്രയും ജ്ഞാനം ഉണ്ടാവുക? എളുപ്പമുണ്ടാവില്ല. പക്ഷേ ആ ബുദ്ധിമുട്ടി കിട്ടുന്ന ജ്ഞാനം എളുപ്പത്തിൽ നേടാനൊരു വഴിയുണ്ട്. അതെന്താ? ഈശ്വര കഥകൾ ശ്രദ്ധയോടും ഭക്തിയോടും കേൾക്കുക. ഭക്തിശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. വെറുതെ അങ്ങനെ കേട്ടതുകൊണ്ടായില്ല എന്നർത്ഥം. യഥാഞ്ജസാന്യൂരകുണ്ഠതിഷ്ണ്യം, ഒരിക്കലും നാശമില്ലാത്ത പദവിയായ മുക്തിയെ അവർ, അല്ലയോ സർവേശ്വര, പ്രാപിക്കുന്നു. തഥാ പരേ ചാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാം ഏവ ധീരാം പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാന്നതു സേവയാതേ. തഥാ അപ്രകാരം, അപരേച്ച അന്യന്മാരായ ധീരന്മാർ. വേറെ ചിലരുടെ കാര്യമാണ്. ഭക്തിയോട് കൂടിയിട്ട് കഥകൾ കേൾക്കണവരുടെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഇനിയോ വേറെ ചിലർ ആത്മസമാധി യോഗ ബലേന, ആത്മാവിൽ ഉറപ്പിക്കുന്നതായ യോഗത്തിൻ്റെ ബലത്താൽ. അത് യോഗമാർഗം, സമാധി മാർഗം, ധ്യാനമാർഗം, ആത്മസംയമന മാർഗം എന്നൊക്കെ പറയാം. ഗീതയിലത്തെ 6-ാം അധ്യായം. ഒരു കഥ കേട്ടിട്ടല്ല ഈശ്വരനിലെത്തണത്. അങ്ങനെ വേണമെന്നില്ല, വേറെ മാർഗങ്ങളുണ്ടല്ലോ. ധ്യാനയോഗത്തിൽ കൂടെയും എത്താം. ബലിഷ്ഠം, ബലം അധികരിച്ച്, പ്രകൃതിയും ജയിത്വ, പ്രകൃതിയെ മായയെ ജയിച്ചിട്ട്, പുരുഷം ത്വാമേവ, ഈശ്വരനായ നിന്തിരുവടിയെ നേടുന്നു. ധ്യാനമാർഗം, യോഗമാർഗം, ശ്വാസനിയന്ത്രണം എന്നൊക്കെയുള്ള ഹഠയോഗം, ധ്യാനയോഗം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ധ്യാനത്തിൽ കൂടെ സമാധിയിലേക്ക് എത്തണം. അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചിട്ട് ചിലർ എത്തുന്നു. ആസനം, യമം, നിയമം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, യമം മുതലായിട്ടുള്ള യമം, നിയമം, അങ്ങനെയുള്ള 8 മാർഗങ്ങളാവാം അഷ്ടാംഗയോഗം. ധ്യാനത്തിൽ കൂടെ സമാധിയിൽ എത്തണു. ധ്യാനത്തിൽ സ്വരൂപമുണ്ട്, സമാധിയിൽ സ്വരൂപമില്ല. രണ്ടും കൂടിയുള്ള വ്യത്യാസം അതാണ്. ധ്യാനം ഒന്നും കൂടി മേപ്പെട്ട് പോയാൽ സമാധിയാവും. സമാധിയിലൊരിക്കലും രൂപമില്ല. മരിച്ച ഒരവസ്ഥയല്ല സമാധി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. തേ സേവയാ, അങ്ങയുടെ സേവ കൊണ്ട്, പ്രയാസം കൂടാതെ, ന ശ്രമസ്യാത്, ശ്രമം കൂടാതെ സമാധിയിൽ ചിലർ എത്തുന്നു. തത്തേ വയം ലോകസിക്ഷയത്യത്വയാനുസൃഷ്ട ത്രിഭിരാത്മവിസ്മസർവേ വിയുക്ത സവിഹാരതന്ത്രം ശക്നുമത്തൽപതി കർത്തവേതേ. തത്തേ, അതുകൊണ്ട്, സന്തിരുവടിയുടെ, തിരുവടിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ, വയം ഭക്തന്മാരായ ഞങ്ങൾ, ലോകശിക്ഷയാ, ലോകത്തിൻ്റെ സൃഷ്ടിക്കായിക്കൊണ്ട് 3 ഗുണങ്ങൾ കൊണ്ടും, രാജസം, താമസം, സാത്വികം, ആത്മാവിൻ്റെ അംശങ്ങൾ കൊണ്ടും, ത്വയാ, നിന്തിരുവടിയാൽ, അനുസൃഷ്ട സ്മ, ക്രമത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സർവേശ്വര, ഞങ്ങൾ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണ് എല്ലാവരെയും സൃഷ്ടിക്കേണ്ടത്. തത്തേവ ലോകസൃഷ്ടയാത്വയാനുസൃഷ്ട, ലോകസൃഷ്ടിയുടെ ഭാഗമായി അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ. ദേവന്മാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അനുസൃഷ്ട, ക്രമത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സർവേ, എല്ലാവരും, വിയുക്ത, വേർപിരിഞ്ഞവരാകുന്നു. അതിനാൽ സ്വവികാരതന്ത്രം, നിന്തിരുവടിയുടെ ക്രീഡാസ്ഥാനത്തെ നിന്തിരുവടിക്ക് സമർപ്പിക്കാനായിക്കൊണ്ട്
ശക്തരാകുന്നില്ല. ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അങ്ങയ്ക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ ജന്മത്തെ സഫലമാക്കാൻ ഉള്ള സാമർഥ്യം ഞങ്ങൾക്കില്ല എന്നിവിടെ സമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സമർത്ഥരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്തിരുവടി ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാതും അറിയാനോ ചിന്തിക്കാനോ അങ്ങേ അറിയാനോ കഴിവ് ഞങ്ങൾക്ക് സർവേശ്വര ഇല്ല. അതിനും വേണം ദൈവാനുഗ്രഹം. ജ്ഞാനം പ്രകാശിക്കണമെങ്കിലേ. അതുകൊണ്ട് ആ ജ്ഞാനം ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് തരയണമേ. സർവേ വിയുക്ത, ഞങ്ങളൊക്കെ ശരിക്കും വരച്ച ഒറ്റയ്ക്കാണ്, കൂടെ എല്ലാ ജനിക്കുന്ന നേരത്തും. വിയുക്ത എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. സ്വവിഹാരതന്ത്രൻ ന ശക്നുമത്തൽ പ്രതികർത്തവേത്. ഈ പ്രപഞ്ചത്തെ അങ്ങേക്ക് സമർപ്പിക്കാനോ ജ്ഞാനം നേടാനോ ഒന്നും ഞങ്ങൾക്ക് കഴിവില്ല. അങ്ങ് തന്നെ വേണ്ടത് ചെയ്ത് ഇതിനെ പ്രവർത്തിപ്പിക്കണം. ഞങ്ങൾക്ക് ജ്ഞാനവും നൽകണം. യാവത് ബലിൻ തേജഹരാമകാലേ യഥാ പയം ചാന്നമദാമയത്ര യഥോപയേഷാം ത ഇമേ ഹി ലോകാ ബലിംഗരന്തോന്നമദന്ത്യനൂക. അജ, ജന്മമില്ലാത്തവനെ എന്ന് വിളിക്കുകയാണ്, ജന്മരഹിത. യാവത്, എപ്രകാരമായാൽ, വയം ഞങ്ങൾ, തേ അങ്ങേക്ക്, കാലേ സമയത്ത്, ബലിം സമർപ്പിക്കുന്നുവോ, ഹരാമ, ഇവിടെ ഹരാമ സമർപ്പിക്കുന്നു. എത്ര, യാതൊന്നിൽ, സ്ഥിത ഇരിക്കുന്നവരായിട്ട്, ഞങ്ങളും, വയം ഞങ്ങളും, അന്നം അന്നത്തെ ഭക്ഷിക്കുമോ, അതാമ ജന്മരഹിത എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഏത് വിധമായാൽ ഞങ്ങൾ അങ്ങേക്ക് ബലിയെ സമർപ്പിക്കുന്നുവോ, യാതൊന്നിലിരിക്കുന്ന ഞങ്ങളും അന്നം ഭക്ഷിക്കുമോ. നിവേദ്യമൊക്കെ സമർപ്പിക്കണത് അതിന് വേണ്ടി. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഭഗവാനും ബലി സമർപ്പിക്കണം. അതൊരു ജീവാത്മാവിൻ്റെ ഒരു കടമയാണ്, ഒരു സാധനാക്രമത്തിൽപ്പെട്ടതാണ്. അന്നത്തെ ഭക്ഷിക്കുമോ, ഞങ്ങൾ എപ്രകാരം അന്നം ഭക്ഷിക്കുന്നുണ്ടോ അതുപോലെ അങ്ങേക്ക് അന്നം നിവേദിക്കലും ചെയ്യാറുണ്ട്. തേ ഇമേ ലോക, ആ ഈ ലോകങ്ങൾ, ഉഭയേഷാം രണ്ടു പേർക്കും ബലി, പൂജാദ്രവ്യത്തെ സമർപ്പിക്കുന്നവരായി തടസ്സമില്ലാത്തവരായിട്ട് അന്നത്തെ ഭക്ഷിക്കുമോ. ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് എന്ത് വേണം? അന്നം വേണം, ഭക്ഷണം വേണം. ഇന്ദിരവടിക്കും പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കണം. ഏതൊരു വിധമായ ജ്ഞാനവും സാമർഥ്യവും ഞങ്ങൾക്കുണ്ടായാൽ ഇതെല്ലാം സാധിക്കുമോ, അങ്ങനെ ഞങ്ങളെ ആക്കി ചെയ്യണമേ. എല്ലാവർക്കും വേണം ശരീരം നിലനിർത്താൻ ഭക്ഷണം കഴിക്കുക, വേണ്ടേ? അതേസമയത്ത് ഈ ഭഗവാന് സമർപ്പിക്കലും ആവശ്യമാണ്. അപ്പം അതിനെ ഞങ്ങളെ സമർത്ഥരാക്കണമേ. അതിന് യാവത് ബലിം തേജ വരാ, അങ്ങേക്കുള്ള ഭക്ഷണമാണ് ബലിം. തേജകരാമകാലേ യഥാ വയം ച അന്നം, ഞങ്ങൾക്കുള്ള അന്നം, ദദാമ എത്ര യഥോപയേഷാം ത ഇമേഹി ലോക ബലിംഗരന്തോന്നം അദന്ത്യനൂഹ. അപ്പം നമുക്കത് സമ്പാദിക്കാൻ ഉള്ള മാർഗം, ജീവിതമാർഗമായാലും ശരി, എന്തായാലും ശരി, അതങ്ങ് തന്നെ കാണിച്ചു തരയണമേ എന്നർത്ഥം. ത്വന്നസ്തുരാണാമസി താന്വയാനാം സാന്വയാനാം കൂടത്താത്യപുരുഷപുരാണ ത്വം ദേവശക്തിയാം ഗുണകർമ്മയോനോ രേതത്വജായാം കവിമാതേജ. ദേവ വിളിക്കുകയാണ്. സാ അന്വയാനാം, അന്വയത്തോടു കൂടിയ ദേവന്മാരായ ഞങ്ങളുടെ, അന്വയം എന്ന് പറഞ്ഞാൽ സമന്വയിക്കുക, ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിയിലുള്ളവനും, ഞങ്ങളുടെയൊക്കെ ആദിയിലുള്ളവനും, പഴയവൻ, അതാണ് പുരാണ പുരുഷ, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവായിട്ടുള്ളവനും ആയ, കൂടസ്ഥ, സർവശരീരത്തിലും വികാരമില്ലാതിരിക്കുന്നവനും, ത്വം നിന്തിരുവടി അസി ഭവിക്കുന്നു. അല്ലയോ ദേവ, ഏറ്റവും ആദ്യം ഉണ്ടായത് അങ്ങാണ്, എന്നിട്ടേ ബാക്കിയെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പുരാണൻ, ആദ്യൻ, രണ്ടുപേരെ അർത്ഥം വരിക. ആദ്യനും പുരാണനും ആയ ആത്മാവായിരിക്കുന്ന അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഞങ്ങളെ അനുഗ്രഹിക്കണം. അജ, ജന്മഹീനനായ ത്വം അവിടുന്ന്,
ഗുണകർമ്മയോനവും ഗുണകർമ്മങ്ങളെയും കർമ്മങ്ങളെയും കാരണഭൂതനായിരിക്കുന്ന ശക്തിയാമജായാം ശക്തിസ്വരൂപയായ പ്രകൃതിയിൽ കവിങ് വിജ്ഞാനരൂപമായ വീര്യത്തെ ആദാനം ചെയ്തു. ഇത് പ്രതീകാത്മകമാണ് കേട്ടോ. സർവേശ്വരനായിരിക്കുന്ന മഹാപുരുഷൻ മായയോടുകൂടി യോജിച്ചിട്ടാണ് സംസാരം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ത്വന്നസുരണമതി തന്മയാനാങ്കൂടത്തെ പുരുഷപുരാണ. ആ രണ്ട് വരിയിലുള്ള വാക്കുകളൊക്കെ ആത്മാവിൻ്റെ വിശേഷണങ്ങളാണ്. പരമാത്മാവിൻ്റെ, ജീവാത്മാവിൻ്റെ അല്ല. പുരുഷനാണ്, പുരാണനാണ്, ആദ്യനാണ്, കൂടസ്ഥനാണ്, വികാരങ്ങളില്ലാത്തവൻ ഒക്കെയാണ് അവിടുന്ന്. അങ്ങ് ദേവ വിളിക്കുകയാണ്. ശക്തിയ ഗുണകർമ്മയോനോ രേതത്വജായാം കവിമാദേ അജ. അങ്ങനത്തെ അങ്ങ് സൃഷ്ടിക്ക് മുതിർന്നു. ചുരുക്കം, മായയോട് യോജിച്ച് സൃഷ്ടി ഉണ്ടാക്കി എന്നർത്ഥം. തതോ വയം സ പ്രമുഖ യഥർത്ഥേ ബഭൂവിവാത്മൻകരവാമഗിന്ദേ ത്വന്നസ്സ ചക്ഷുപരിദേഹി ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. തഥാ സത്പ്രമുഖാഃ. അതുകൊണ്ട് സത്പ്രമുഖാഃ മഹതാദികളായ ഭൂതങ്ങൾ, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതം, ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ 24 കാര്യങ്ങളാണ്. വയം ഞങ്ങൾ യഥർത്ഥേ യാതൊന്നിനായി കൊണ്ടുണ്ടായി. ആത്മൻ ആത്മാവായിരിക്കുന്ന ദേവ തേ അങ്ങേക്ക് കിങ്കരവാമ എന്താണ് ചെയ്യേണ്ടത്? മഹത്വമുള്ള ആളോട് അതിൽ താഴെയുള്ളവരെപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട ബാധ്യതയുണ്ട്. കിങ്കരന്മാരാണ്. അതുകൊണ്ട് സർവേശ്വര എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും തതോ വയം സൽപ്രമുഖ യഥർത്ഥേ ബഭൂവിവാത്മൻ കരവാമകിന്തേ. നിങ്ങളിപ്പോൾ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് എന്നൊന്ന് ബോധിപ്പിച്ചാൽ നന്നായി. ത്വന്നസ്വചക്ഷുപരിദേഹി ശക്തിയാ ദേവക്രിയാർത്ഥേതനുഗ്രഹാണാം. ഏതൊരുവൻ്റെ അനുഗ്രഹത്തോടു കൂടി, അതാണ് യദനുഗ്രഹാണാം ന ക്രിയാർത്ഥേ ഞങ്ങൾക്ക് പ്രവൃത്തി നിർവഹിക്കാൻ സാധിക്കുന്നത്. ഏതൊരാളുടെ അനുഗ്രഹം കൊണ്ട് കഴിയും, ആ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണം. ഏതൊരാളുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നടക്കില്ലയോ? ഏതൊരാളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുമോ? ആ അനുഗ്രഹം ഞങ്ങൾക്ക് തരണം. വേണ്ട പ്രവൃത്തി ചെയ്യാൻ ക്രിയാർത്ഥേ, ഈശ്വര സങ്കല്പം ഉണ്ടെങ്കിലേ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊന്നാണ് പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള പ്രവൃത്തി വേണ്ടത്? അത്തരം പ്രവൃത്തി ചെയ്യാനുള്ളതായ ക്രിയാത്മക ശക്തി അല്ലയോ ദേവ ഞങ്ങൾക്ക് നൽകിയാലും. തതോ വയം സത്പ്രമുഖ യഥർത്ഥേ മാതാദികളായ ബഭൂവിവാത്മൻ കരവാമകിന്തേ ത്വന്നസ്സ ചക്ഷുപരിദേഹി ശക്തിയ. ശരിക്കും എല്ലാറ്റിൻ്റെയും എന്താണ്? ത്വന്നസ്സ ചക്ഷു ജ്ഞാനം, ചെയ്യാനും കാണാനുമുള്ള കഴിവ്, ജ്ഞാനം ഞങ്ങൾക്ക് നൽകിയാൽ ഹേ ദേവ ക്രിയാർത്ഥേ യദനുഗ്രഹണം. ഏതൊരാളുടെ അനുഗ്രഹം കൊണ്ടാണ് ക്രിയകൾ ചെയ്യാൻ സാധിക്കുക. ദേവന്മാർ ചലിച്ചാലേ ഈ ലോകം ചലിക്കുള്ളൂ. ആ ചലനശക്തിയും അതിനുള്ള അറിവും ജ്ഞാനവും അല്ലയോ ദേവ ഞങ്ങൾക്ക് നൽകണമേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.